ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ LGS മാത്സിൻ്റെ PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 8ാമത്തെ ക്ലാസ് ആണ്. PYQ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെയുള്ള 7 ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഒന്നെങ്കിൽ ചാനലിൽ കയറി കഴിഞ്ഞാൽ LGS മാത്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, LDC അല്ലെങ്കിൽ VFA ബെവ്കോ എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു. ഏകദേശം 71ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അത് കാണുമ്പോൾ ഡേ 1 തൊട്ട് കണ്ടു തുടങ്ങുക. ഒരു ഡേ 20 ഒക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രോഗ്രസ് എപ്പോഴും നല്ല രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സീരീസിലേക്ക് പോകാം. 151/24 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 2/7 ഭാഗം ഒന്നാമത്തെ മകനും 2/5 ഭാഗം രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി. എങ്കിൽ മൂന്നാമത്തെ മകന് ലഭിച്ചത് ആകെ സമ്പാദ്യത്തിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഇത് ഹോൾ ഇതാക്കി എടുക്കണം. അപ്പൊ നോക്കിക്കേ, ഒരാൾ തൻ്റെ 2/, ഇപ്പം ഞാൻ പറയുവാണ് എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, അതിൽ ഞാൻ 20 രൂപ എന്ത് ചെയ്തു, ഒരാൾക്ക് കൊടുത്തു, 30 രൂപ വേറെ ആൾക്ക് കൊടുത്തു, ബാക്കിയുള്ളത് വേറൊരു കുട്ടിക്ക് കൊടുത്തു എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ബാക്കി കൊടുത്ത എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 20 30 കൂടി കൂട്ടും. ടോട്ടൽ ഉണ്ടായിരുന്ന 100-ൽ നിന്ന് ഈ 20 30 കൂടി കൂട്ടിയത് അങ്ങ് കുറച്ചാൽ പോരെ. ഇതാണല്ലോ നമ്മുടെ പ്രൊസീജിയർ. സെയിം തന്നെ ഇവിടെ ചെയ്താൽ മതി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ആൾക്ക് കൊടുത്ത എത്രയാണ്? 2/10 ആണ്. സോ നമുക്ക് ആദ്യം അതും എന്ത് ചെയ്യണം, രണ്ടാമത്തെ എമൗണ്ടും തമ്മിൽ കൂട്ടി വെക്കാം. 2/10 അല്ല, 2/7 ആണ് ആദ്യത്തെ ആൾക്ക് കൊടുത്തത്. രണ്ടാമത്തെ ആൾക്ക് കൊടുത്തത് എത്രയാണ്? 2/5 ആണ് കൊടുത്തത്. ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടി നോക്കാം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യണം അല്ലേ. അവിടെ 5 × 2 10 വരും. 10 + 7 × 2 14 / 35 എന്ന് വരും. അപ്പോൾ ആൻസർ എത്രയാണ് വരേണ്ടത്? 24/35 ആണ്. ആ 2 പേർക്ക്, ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനുമായിട്ട് അച്ഛൻ വീതിച്ചു കൊടുത്ത് എത്രയാണ്? 24/35 ആണ്. ഇനി നമുക്ക് ഹോൾ എത്രയാണ്, മൊത്തത്തിൽ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ എപ്പോഴും മൊത്തത്തിലുള്ളതിനെ 1 ആക്കി കൺസിഡർ ചെയ്യും. അതായത് നമുക്കറിയാം മൊത്തത്തിലുള്ളത് 35/35 എന്നാണെന്ന് വിചാരിക്കാം. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 24/35 കുറച്ചാൽ മതി. അതായത് ടോട്ടൽ ഉള്ളത് 1 ആണ്. അതിൽ നിന്ന് നമുക്കിത് 24/35 കുറക്കാം. ഇത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, 35-ൽ നിന്ന് 24 കുറച്ചാൽ എത്ര കിട്ടും? 11 കിട്ടും. 11/35 ഭാഗമാണ് ആർക്ക് കൊടുക്കുന്നത്? മൂന്നാമത്തെ മകന് കൊടുക്കുന്നത്. അതായത് അച്ഛൻ്റെ മൊത്തത്തിലുള്ള സമ്പാദ്യത്തിന്റെ 11/35 ഭാഗമാണ് മൂന്നാമത്തെ മകന് ലഭിച്ചതെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള റിബൺ എത്ര? അതായത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതായത് 0.63 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.63 × 100 ചെയ്താൽ മതി. അത്രയും സെന്റിമീറ്റർ ആണ്. അതായത് 63 സെന്റിമീറ്റർ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? ബാക്കിയുള്ളത് 100 സെന്റിമീറ്ററിൽ നിന്ന് 63 സെന്റിമീറ്റർ കുറച്ചാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 37 സെന്റിമീറ്റർ ആണ്. 37 സെന്റിമീറ്റർ എന്നൊരു ആൻസർ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന 37 സെന്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലോട്ടാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 0.37 മീറ്റർ ആണ് എന്ത് വരുന്നത്? ബാക്കിയുള്ള ലെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ്? 100 മീറ്റർ നമ്മളിത് ഇങ്ങനെയല്ലേ സമയവും ദൂരവും പഠിച്ചിരിക്കുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് ആണ്, ഇവിടെ ടൈം ആണ്, ഇവിടെ സ്പീഡാണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടൈം ഇൻറ്റു സ്പീഡ് ചെയ്യണം. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ചെയ്യണം. ഇനി ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി. 100 മീറ്റർ ആണ് ഓടിയത്, 10 സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. സോ അവിടെ ചേഞ്ച് ഒന്നും വേണ്ട. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇതും കൂടി കട്ട് ചെയ്ത് കളയാം. ബാക്കി എത്ര വരും? 10 ആണ് എന്ത് വരുന്നത്? അയാളുടെ എന്തെന്ന് പറയുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അയാൾ ഓടിയിരിക്കുന്നത്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അയാളുടെ വേഗത എന്ന് പറയുന്നത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്.
അയാൾ 1 മീറ്റർ അല്ല 1 സെക്കൻഡിൽ 10 മീറ്റർ ഓടിയാലാണ് അയാൾ എന്ത് വരുന്നത് 10 × 10 100 മീറ്റർ ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് നോക്കാം. ഏത് സംഖ്യയോട് 0.11 കൂട്ടിയാലാണ് 1.011 കിട്ടുക? ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മളോട് പറയാണ് 10നോട് ഏത് സംഖ്യയോട് 0.1, അതായത് നമ്മൾ ചോദിക്കുകയാണ് 10നോട് നമുക്ക് 2 കൂട്ടുമ്പോൾ നമുക്ക് 12 കിട്ടി. അപ്പൊ നമ്മളോട് ചോദിക്കുന്നതാണ് ഏത് സംഖ്യയോട് ഇത് കൂട്ടിയാലാണ് 12 കിട്ടുക എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് കുറച്ച് നോക്കിയാൽ മതി. 12ൽ നിന്ന് 2 കുറച്ചാലാണ് നമുക്ക് 10 കിട്ടുന്നത്. സോ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ചെയ്യുക. എന്താണ്? ഏതോ ഒരു സംഖ്യയോട് 0.111 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടി 1.011 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന 1.011 നിന്ന് ഈ പറയുന്ന 0.111 അങ്ങ് കുറച്ചാൽ മതി. 1ൽ നിന്ന് 1 പോയാൽ 0, ഇവിടെയും 0, ഇവിടെ നിന്ന് 1 ഇപ്പുറത്തേക്ക് എടുത്താൽ 10, 10ൽ നിന്ന് 1 പോയാൽ 9, പോയിന്റ് ഉണ്ട് അല്ലെ? 0.900, അതായത് 0.9 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 0.9 ആണ്. നേരെ നോക്കിക്കാൻ നമുക്ക് ഇതേ 0.9നോട് നമ്മൾ എന്ത് കൂട്ടാൻ പോവുകയാണ്? 0.111 കൂട്ടാൻ പോവുകയാണ്. ഇവിടെ 1 വരും, 1, 9 1 10, 0 ശിഷ്ടം 1 വരും. കണ്ടാ 1.011 കിട്ടിയില്ലേ? അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 550 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ലാഭമാണെന്ന് മനസ്സിലായല്ലോ. ഇത് നമുക്കിവിടെ ചെയ്യാവുന്ന ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് എത്ര രൂപയാണ് ലാഭം കിട്ടിയത്? ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 609 രൂപയ്ക്ക് വിറ്റു. എത്ര രൂപയുടെ സാധനം? 580 രൂപയുടെ സാധനം. അപ്പൊ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 29 രൂപയാണ് ലാഭം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലാഭശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലാഭശതമാനം എന്ന് പറയുന്നത് 29 ഡിവൈഡഡ് ബൈ ലാഭം. എന്താണ് ലാഭശതമാനം എന്ന് പറയുന്നത്? ലാഭം ബൈ എന്താണ് വേണ്ടത്? വാങ്ങിയ വിലയാണ്. വാങ്ങിയ വിലയിലാണ് നമ്മൾ ലാഭം നോക്കുന്നത്. ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ലാഭശതമാനം. ഓക്കെ, അപ്പൊ ഇവിടെ 29 വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 550 ഇൻറ്റു 100 ചെയ്യുക. ഇവിടെ എന്താണ്? ഇവിടെ നമുക്കറിയാം ഈ 0 കൂടി കട്ടായി പോകും. 29/58 എന്ന് പറഞ്ഞാൽ 29ന്റെ ഇരട്ടിയാണ് 58. അപ്പൊ ഇവിടെ 1 തവണ, ഇവിടെ 2 തവണ. ഇവിടെ എന്ത് കിട്ടി? 1/2 ഇൻറ്റു 10 എന്ന് കിട്ടി. 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5% അയാളുടെ ലാഭമായിട്ട് വന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് 85 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ LCM കണ്ടുപിടിച്ചാൽ മതി. 4, 5, 6ന്റെ LCM കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്കറിയാം ഇവിടെ എന്തുകൊണ്ട് വരും? 2 കൊണ്ട് ചെയ്യുക. ഇവിടെ എത്രയാണ് വരേണ്ടത്? 4, 5, 6 അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 വരും, ഇവിടെ 5 വരും, ഇവിടെ 3 വരും. ഇനി അടുത്തത് ഏതാണ് വരേണ്ടത്? എഗെയിൻ നമുക്ക് ഇവിടെ എന്തുകൊണ്ട് ചെയ്യാം? അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ് കിട്ടുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ നമുക്കറിയാം 2 × 2 4, 4 ഇനി എല്ലാം കൂടി ഗുണിച്ചാൽ മതി. LCM എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2 × 2 × 5 × 3 ചെയ്താൽ മതി. 5 × 3 15, 15 × 2 30, 30 × 2 എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, അപ്പൊ 86 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 60 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 1/2 + 1/3 മൈനസ് 1/4 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 2 തരത്തിൽ ചെയ്യാം. രണ്ടും കാണിച്ചു തരാം. ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതിനെല്ലാത്തിനെയും നമുക്ക് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ LCM കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് നോക്കുക. LCM കണ്ടുപിടിക്കാൻ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 4 അല്ലേ നമ്പർ തന്നിരിക്കുന്നത്. 4ന്റെ നെക്സ്റ്റ് മൾട്ടിപ്ലൈ ഏതാണ്? 8. 8 കൊണ്ട് ഇതിന് എന്തായാലും പറ്റില്ല. അടുത്ത മൾട്ടിപ്ലൈ ഏതാണ്? 4, 8. അടുത്ത ഏത് വരും? 12. 12 കൊണ്ട് പറ്റുമോ നോക്കിക്കേ. ഇതിന് 3നെ 12 കൊണ്ട് പറ്റും. സോ LCM ഇവിടെ 12 ആയിരിക്കും. നമുക്ക് ഈ 3 എണ്ണത്തിനെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. 2, 3, 4. 2 കൊണ്ട് ചെയ്താൽ 1, 3, 2 എന്ന് വരും. 3 × 2 6, 6 × 2 12. അപ്പൊ LCM കിട്ടി 12 ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ എല്ലാത്തിനെയും നമുക്ക് 12ലോട്ട് മാറ്റാം. ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 6 ചെയ്താൽ 12 ആകും. ഇവിടെയും ഇൻറ്റു 6 ചെയ്യാം. ഇവിടെ എന്താണ്? ഇൻറ്റു 4 ചെയ്താൽ മതി 12 ആകാൻ. ഇവിടെ എന്തുകൊണ്ട് ചെയ്യണം? ഇൻറ്റു 3 ചെയ്താൽ മതി 12 ആകാൻ. ഒന്നുകൂടെ ഹോൾ ഡിവൈഡ് ബൈ 12 എന്ന് കിട്ടും. മുകളിൽ എന്താണ് വരേണ്ടത്? 6 + 4 + 3 എന്ന് കിട്ടി. 6 4 എത്രയാണ്? ഇവിടെ പ്ലസ് അല്ലല്ലേ, ഇവിടെ മൈനസ് അല്ലേ തന്നിരിക്കുന്ന? മൈനസ് ആണ് കേട്ടോ. ഇവിടെ 6 4 10, 10ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 7/12. സോ 7/12 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി ഇതല്ല എങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും?
നമുക്ക് ഓരോന്നിനെയും പെയർ ചെയ്യാം. ഈ പറയുന്ന 1/2 മൈനസ് 1/4 പ്ലസ് 1/3 എന്ന് എഴുതാം. അടുത്തുള്ളത് നമുക്ക് ഒരുമിച്ച് എടുത്ത് എഴുതി വയ്ക്കാം. കാര്യം ഇതിന് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 മൈനസ് 1/4 എന്ന് കിട്ടും, പ്ലസ് 1/3 എന്ന് കിട്ടും. അതായത് ഇവിടെ 1/4 പ്ലസ് 1/3 എന്ന് കിട്ടും. ഇവിടെ ഡയറക്റ്റ് ക്രോസ് ചെയ്താൽ മതി. സോ 3 പ്ലസ് 4 ഡിവൈഡ് ബൈ 12, അതായത് 7/12 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. √16 പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു കെ ആണെങ്കിൽ കെയുടെ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കണം വരേണ്ടത്? √16 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 4 ആണ്. റൂട്ട് എത്രയാണ്? 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. √16 എന്ന് പറഞ്ഞാൽ 4 ആണ്. √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. കാര്യം 5 × 5 ആണ് 25, 4 × 4 ആണ് 16. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് അതാണ് കൺസെപ്റ്റ്. അപ്പൊ √16 4 ആണെങ്കിൽ ഇവിടെ 4ന്റെ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്, 16 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു കെ. അതായത് കെ എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റണ്ണ് 49 ആണ്. 12 കളിയിൽ 49, ഇതാണ് എണ്ണം. ഓക്കെ, ഇതാണ് ശരാശരി. അങ്ങനെയാണെങ്കിൽ തുക എത്രയായിരിക്കും? തുക എന്ന് പറയുന്നത് എണ്ണം ഇൻറ്റു ശരാശരിയാണ് നമ്മൾ തുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് വരേണ്ടത്? എണ്ണം ഇൻറ്റു തുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 12 × 49 ചെയ്യണം. 12 × 49 എന്ന് പറയുമ്പോൾ 588 കിട്ടി. ഇനി നമുക്ക് പറയുകയാണ് 13ാമത്തെ കളി വന്നപ്പോഴേക്കും അയാൾക്ക് ശരാശരി എത്രയാവണം? ശരാശരി 50 ആകണം. അപ്പൊ നമുക്ക് 50 ആണ് ശരാശരി എന്ന് വിചാരിക്കുക. 13 × 50 ചെയ്യാൻ നമുക്ക് എത്ര വരും? 650 വരും. ഓക്കെ, അപ്പൊ അയാൾ 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുക്കണം? അതായത് 12 കളിയിൽ അയാൾ 588 എടുത്തു. 13ാമത്തെ കളിയിൽ എത്രയോ റൺസ് എടുത്തപ്പോൾ അത് 650 ആയി. അതാണ് ആ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 650 നിന്ന് 588 മൈനസ് ചെയ്യുക. ഇവിടെ എത്ര വരും? 62 വരും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 18 × 21 പ്ലസ് 21 × 82. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. കാര്യം ഇവിടെ രണ്ടും കോമൺ ആണ്. നമുക്കറിയാം എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ എ കോമൺ ആക്കി വെളിയിലേക്ക് എടുത്തിട്ട് ബി പ്ലസ് സി ചെയ്താൽ മതി. സെയിം തന്നെ ഇവിടെ 21 എന്നുള്ളത് രണ്ടിടത്തും കോമൺ ആണ്. സോ നമുക്ക് 21 വെളിയിലേക്ക് എടുത്താൽ ബാക്കി ഇവിടെ എത്ര വരും? 18 പ്ലസ് 82 എന്ന് വരും. അപ്പൊ 21 × 18 82 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 100 ആണ്. സോ ആൻസർ വരേണ്ടത് 2100 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്. അല്ലാതെ നിങ്ങൾ 18 × 21 ചെയ്തു, 21 × 82 ചെയ്തു, കൂട്ടിയിട്ടും ചെയ്യാം. പക്ഷെ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ അത്രയും ടൈം ആണ് നമുക്കവിടെ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ബി ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അയാൾ എന്താണ് ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ അയാൾ എന്ത് ചെയ്തു? തെക്കോട്ട് നടന്നു. ഓക്കെ, നേരെ അയാൾ താഴേക്ക് പോന്നു. ഇതാണല്ലോ തെക്കെന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞത്? തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് പോകുന്നു. വലത്തോട്ട് ഇടത്തോട്ട്, അതാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ എപ്പോഴും ഓർക്കുക, വലതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സൂചി കറങ്ങുവാണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും? ഇവിടെ ആറി നിൽക്കുന്ന സൂചി ഇങ്ങനെ ഏഴിലോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ടല്ലേ കറങ്ങുള്ളൂ, അല്ലെ? അപ്പൊ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് വലത്തോട്ടെന്ന് ഓർക്കുക. 160 മീറ്റർ അയാൾ എന്ത് ചെയ്തു? വലത്തോട്ട് നടന്നു. ഇതാണ് 160 മീറ്റർ. വലത്തോട്ട് നടന്നേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? തുടർന്ന് വീണ്ടും അയാൾ വലത്തോട്ട് 200 മീറ്റർ നടന്നു. ഇവിടെ നിൽക്കുന്ന സൂചി വലത്തോട്ടെന്ന് പറയുമ്പോൾ നേരെ മുകളിലോട്ടാണ്. 200 മീറ്റർ അയാൾ വലത്തോട്ട് നടന്നു. അതിനുശേഷം 50 മീറ്റർ അയാൾ ഇടത്തോട്ട് നടന്നു. ഇങ്ങനെ നിൽക്കുന്ന സൂചി എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്കാണ് വലതെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്കാണല്ലോ ഇടത്. 50 മീറ്റർ അയാൾ ഇടത്തോട്ട് നടന്നു. ഇനി അയാൾ യാത്ര തുടങ്ങിയെടുത്ത് നിന്ന് ഇവിടം വരെ എത്ര ദൂരമുണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഈ ദൂരം എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടം വരെ 160 ആണ്, ഇവിടെ 50 ആണ്. സോ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 210 മീറ്റർ ആണ് ആകെ ദൂരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 12 പ്ലസ് 10 × 5 × 9. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഇവിടെ തമ്മിൽ പ്ലസ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യും? 22 എന്ന് എഴുതും. 22 × 5 × 0 എഴുതി 0 എന്ന് എഴുതി വെക്കരുത്. കാര്യം അതെന്താണ്? ഇത് തെറ്റാണല്ലേ? കാര്യം നമുക്കറിയാം നമ്മുടെ ഐഡന്റിറ്റി വെച്ചിട്ട് ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. അവിടെ ആദ്യം എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അഡീഷൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്ര വരും? 12 പ്ലസ് ഇവിടെ 5 × 0 0 വരും. ഇവിടെ അതേ × 0 0 തന്നെ വരും. സോ 12 പ്ലസ് 0 ആണ് നമുക്ക് വരേണ്ടത്. അതായത് 12 ആണ് നമ്മുടെ
ആൻസർ ആയിട്ട് വരേണ്ടത് 93 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒരു പ്രത്യേക കോഡിൽ ഡൽഹി എന്നതിനെ ക്രമീകരിച്ചപ്പോൾ എന്താണ് ഡൽഹി എന്നതിനെ ക്രമീകരിച്ചപ്പോൾ എന്തെന്നാ കിട്ടിയിരിക്കുന്നത്? HIDEL എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇറ്റലി എന്നതിനെ എങ്ങനെ എഴുതാമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇറ്റലി നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇറ്റലി. ഓക്കെ, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അവസാനത്തെ രണ്ടെണ്ണത്തിനെ ആദ്യത്തേക്ക് പിടിച്ചിട്ടു അല്ലെ? അത് ഇങ്ങനെ തന്നെ പിടിച്ചിരുന്നത്. സോ ഇവിടെ LY എഴുതുക. ഇവിടെ നിന്നുള്ളതിനെ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. ITA എന്ന് വരും. LYITA. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇതിനെ ഒന്നും ചെയ്തില്ല, ഇതിനെ എടുത്ത് നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടു. കണ്ടാ, ഇതിനെ എടുത്ത് നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടു. അത്രയും പ്രോസസ്സാണ് അവരോട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാകുമെങ്കിൽ ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സുണ്ട്? അപ്പൊ നമുക്ക് രേവതിനെ അമ്മേനെ എടുക്കാം അല്ലെ? ഇത് രേവതിയാണ്, ഇത് അമ്മയാണ്. രേവതിയുടെ വയസ്സ് X ആണെങ്കിൽ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? നമുക്കറിയാം അമ്മയുടെയും മകളുടെയും. ഇപ്പൊ എന്റെ വയസ്സ് ഇപ്പൊ ഞാൻ പറയുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ പറയുന്നു എനിക്ക് 10 വയസ്സും എൻ്റെ അമ്മയ്ക്ക് ഇപ്പൊ 20 വയസ്സും ആണെങ്കിൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 30 ആണെന്ന് പറയുവാണെങ്കിൽ നമുക്കറിയാം, ഇത് എനിക്കറിയില്ല, അമ്മയുടെ വയസ്സ് അറിയില്ല. അപ്പൊ ഞാൻ പറയുന്നു എന്റെയും അമ്മയുടെയും വയസ്സിന്റെ തുക 30 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന 30ൽ നിന്ന് എന്റെ വയസ്സായ 10 കുറച്ചാൽ അമ്മയുടെ വയസ്സ് കിട്ടുമല്ലോ. സോ അതേപോലെ തന്നെ എന്റെയും അമ്മയുടെയും വയസ്സ്, ഓക്കെ, അമ്മയുടെയും വയസ്സെന്ന് പറയുന്നത് 36. സോ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? 36ൽ നിന്ന് അങ്ങ് എന്റെ വയസ്സ് X കുറച്ചാൽ മതി. സോ ഇവിടെ എത്ര വരും? 36 - X എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വർഷം കഴിയുമ്പോൾ രേവതിയുടെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പൊ X വയസ്സാണെങ്കിൽ, ഇപ്പൊ 8 വയസ്സാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 10 ആകും. ഇപ്പൊ 10 വയസ്സാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എത്രയാകും? 12 ആകും. അപ്പൊ ഇപ്പൊ X വയസ്സാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അത് X+2 ആകും. ഇപ്പൊ അമ്മയുടെ വയസ്സ് 36 - X ആണ്. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ 2 വർഷം കഴിയുമ്പോൾ +2 വരുമല്ലോ. അതായത് എത്ര വരും? 38 - X എന്നാകും അമ്മയുടെ വയസ്സ്. സോ അമ്മയുടെ വയസ്സ് എത്രയാണ്? 38 - X. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അമ്മയുടെ 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാകും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ വയസ്സ് അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാകും. ഇവിടെ എന്ത് വരും? 38 - X എന്ന് പറയുന്നത് 4X + 8 എന്ന് വരും. ഇവിടെ നേരെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 38 - 8 = 4X + X എന്നാകും. അതായത് 30 എന്ന് പറയുന്നത് 5X ആണ്. സോ X എന്ന് പറയുന്നത് 30 / 5 6 എന്ന് കിട്ടും. അപ്പൊ ഇപ്പൊ രേവതിയുടെ വയസ്സ് എത്രയാണ്? 6 വയസ്സ്. അമ്മയുടെ വയസ്സ് എത്രയാണ്? 30 വയസ്സ്. 2 വർഷം കഴിയുമ്പോൾ എത്രയാകും? ഇവിടെ 8 ആകും. ഇവിടെ എത്രയാകും? 32 ആകും. നോക്കിക്കേ, 4 മടങ്ങല്ലേ? 8 × 4 32. രണ്ടുപേരുടെയും വയസ്സിന്റെ തുക 36. നെക്സ്റ്റ് നോക്കാം. 0.31 + 0.21 × 2 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. 0.3 ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 21 × 2 നമുക്കറിയാം എത്ര കിട്ടും? 42 ആണെന്ന് അറിയാം. അവിടെ എന്ത് ചെയ്യണം? +0.42 എന്ന് കൊടുക്കണം. കാര്യം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരത്തിലും എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം. സോ 0.31 + 0.42 2 1 3 4 3 7. സോ 0.73 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു, 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു. എങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ്? ഓക്കെ, അതായത് നോക്കിക്കേ, ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്ലാസ്. ഈ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. ഇതില് എത്ര പേരാണ്? 40 കുട്ടികൾ എന്ത് ചെയ്തു? മാത്സിൽ ജയിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. ഓക്കെ, അതോടെ നിൽക്കട്ടെ. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ മാത്സിൽ ജയിച്ചവര്, ഇത് നമ്മുടെ ഇംഗ്ലീഷിൽ ജയിച്ചവര്. ഓക്കെ, അപ്പം 2 വിഷയത്തിനും ജയിച്ചവർ 18 പേരുണ്ട്. മൊത്തം മാത്സിൽ ജയിച്ചത് 40 പേരാണ് എങ്കിൽ മാത്സിന് അല്ലെ മൊത്തം ജയിച്ച 40 പേരാണ്. മാത്സിന് മാത്രം ജയിച്ചവർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അതിൽ നിന്ന് ഈ 18 അങ്ങ് കുറച്ച് നോക്കിയാൽ പോരെ അല്ലേ? മാത്സും ഇംഗ്ലീഷും ജയിച്ചവരാണ് ഈ 18. അപ്പൊ എത്ര കിട്ടും? 22 പേരാണ് മാത്സ് മാത്രം ജയിച്ചവര്. ഇനി ഇംഗ്ലീഷിന് ജയിച്ചവർ എത്രയാണ്? മൊത്തം ആ ക്ലാസ്സിൽ ഇംഗ്ലീഷിന് എത്ര പേരായിരുന്നു? 25 കുട്ടികൾ ഇംഗ്ലീഷിന് ജയിച്ചിട്ടുണ്ട്. 25 പേരാണ് മൊത്തം ഇംഗ്ലീഷിന് ജയിച്ചത്. അതിൽ 18 പേര് എന്ത് ചെയ്തു? ഇംഗ്ലീഷിനും മാത്സും ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാൻ 25 - 18 ചെയ്താൽ 7 കിട്ടും. 7 ആണ് ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവര്. അപ്പൊ 2 വിഷയങ്ങൾക്കും തോറ്റത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ
22 പേര് എന്ത് ചെയ്തു? മാത്സിന് മാത്രം ജയിച്ചു. 7 പേര് ഇംഗ്ലീഷിന് മാത്രം ജയിച്ചു. 18 പേര് ഇംഗ്ലീഷിനും മാത്സിനും ജയിച്ചു. ഇതങ്ങ് കൂട്ടി നോക്കിയാൽ മതി. ഇവിടെ എത്ര കിട്ടും? 25 22 7 കൂടി കൂട്ടുമ്പോൾ 22 7 18 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 47 എന്ന് കിട്ടും. 47 കുട്ടികളാണ് ആ ക്ലാസ്സിൽ എന്ത് ചെയ്തത്? ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാത്സിനായിട്ട് എന്ത് ചെയ്തിട്ട് ജയിച്ചിട്ടുള്ള പിള്ളേര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 വിഷയങ്ങൾക്കും തോറ്റവരെന്ന് ചോദിക്കുമ്പോൾ ബാക്കി എത്ര പേരുണ്ട്? ഈ പറയുന്ന 50 ൽ 47 കുറച്ച് നോക്കിയാൽ മതി. സോ 3 പേരാണ് ബാക്കിയുള്ളത്. പി ക്യു ആർ എസ് എന്നീ 4 ആളുകൾ നിരന്നു നിൽക്കുന്നു. പി എന്നാൽ ക്യൂവിന്റെ വലതുവശത്തും, അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? പി എന്നാള് ക്യൂവിന്റെ വലതുവശത്താണ്. ഓക്കെ, എന്താണ് നോക്കിക്കേ, പി. അപ്പൊ നമുക്ക് ആദ്യം പീനെ വെക്കാം. പി എന്നാള് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്യൂവിന്റെ വലതുവശത്താണ് പി നിൽക്കുന്നത്. ഇനി എന്താ പറയുന്നത്? പി എന്നാൽ ക്യൂവിന്റെ വലതുവശത്തും ആറിന്റെ ഇടതുവശത്തും. അപ്പൊ ആറ് ഇപ്പുറത്തുണ്ടല്ലോ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. പി എന്നാൽ ക്യൂവിന്റെ വലതുവശത്തും ആറിന്റെ ഇടതുവശത്തുമാണ്. എസ് എന്നാൽ പിയുടെ ഇടതുവശത്താണ്. എസ് എന്ന് പറയുന്നത് പിയുടെ ഇടതാണ്. അപ്പൊ ഈ സൈഡിലാണ് നിൽക്കേണ്ടത്. എങ്കിൽ ക്യൂവിന്റെ വലതാണ്. സോ ഇവിടെ എന്തായിരിക്കും? എസ് ഇവിടെയാണ് വരേണ്ടത്. 4 പേരല്ലേ ഉള്ളൂ. ക്യു എസ് പി ആർ, ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ക്യു എസ് പി ആർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്ന ആളാരാണെന്നാണ്. ഏറ്റവും ഇടത്തെ അറ്റം എന്ന് പറയുമ്പോൾ ഏതാണ്? ക്യൂ ആണല്ലോ ഏറ്റവും ഇടത്തെ അറ്റത്ത് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ക്യൂ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 103 104 107 112 119 128 എന്ന ശ്രേണിയിലെ അടുത്ത പദം നമുക്ക് നോക്കാം. 103 കഴിഞ്ഞ് 1 കൂട്ടിയപ്പോൾ 104 കിട്ടി. 104നോട് 3 കൂട്ടുമ്പോൾ 107 കിട്ടും. 107നോട് എത്ര കൂട്ടണം നമുക്ക്? 5 കൂട്ടുമ്പോൾ 112 കിട്ടും. 112നോട് 7 കൂട്ടുമ്പോൾ 119 കിട്ടും. 119നോട് 9 കൂട്ടുമ്പോൾ 128 കിട്ടും. 128നോട് 11 കൂട്ടണം അല്ലെ, ഒറ്റ സംഖ്യകളാണ് വന്നിരിക്കുന്നത്. 1 3 5 7 9 11. 128നോട് 11 കൂട്ടി എത്ര വരും? 139 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 16 36 64 114 144 കൂട്ടത്തിൽ പെടാത്ത സംഖ്യ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പഠിക്കണം അത് ഏതാണ്. 114 ആണ്. കാരണം എന്താണ്? 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ ആണ്. 64 എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയർ ആണ്. 114 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. 114 എന്തിന്റെങ്കിലും സ്ക്വയർ ആണോ? അല്ല. സോ ഓഡ് വൺ ഔട്ട് ആയിട്ട് വരേണ്ടത് 114 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. വലിയ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല, ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്ക് 20ൽ എങ്ങനെ ഒരു 10-18 മാർക്കൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. താങ്ക്